ഹലോ ഓൾ, ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണുള്ളത് ആൻഡ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ ലോട്ട് ഓൺ എഡ്യൂക്കേഷൻ, റൈറ്റ്, എസ്പെഷ്യലി ഗേൾ എഡ്യൂക്കേഷൻ എന്നാണ് ഞാൻ ഇന്ന് വിചാരിച്ചിരിക്കുന്നത്. നമ്മുടെ ചർച്ച എവിടെ എത്തും നോക്കാം. നമ്മുടെ കൂടെയുള്ളത് നമുക്ക് എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള അഡ്വക്കേറ്റ് നജ്മ തുബഷീറ, യൂത്ത് ലീഗിന്റെ നാഷണൽ സെക്രട്ടറി. ഒരുപാട് ന്യൂസുകളിലൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, സംസാരങ്ങൾ നമ്മൾ പല ആളുകൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ് അഡ്വക്കേറ്റ് നജ്മ. ഓക്കെ, ബൈ പ്രൊഫഷൻ ഒരു ലോയർ ആണ്. നമുക്ക് അഡ്വക്കേറ്റ് നജ്മയുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, എനിക്ക് ഫസ്റ്റ് തുടങ്ങണം എന്ന് തോന്നിയത്, നജ്മ ഇപ്പൊ എന്റെ ഓഫീസിലോട്ട്, ഞങ്ങളുടെ എക്സാം വൈഡ് ഓഫീസിലോട്ട് വന്നത് 3 വയസ്സുള്ള മകന്റെ കൂടെയാണ്, അമൻ ജൂഹി അല്ലെ. നജ്മയുടെ എല്ലാ സംസാരങ്ങളിലും അല്ലെങ്കിൽ വേദികളിലൊക്കെ പണ്ട് മുതലേ അമനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ചെറിയ കുട്ടിയായത് മുതൽ തന്നെ അതൊരു എന്താ പറയാ, അതൊരു പ്രഖ്യാപനമായിക്കൊണ്ട് കൊണ്ട് നടക്കുന്ന ഒരാളാണ് നജ്മ എന്നാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം. മോനിപ്പോ സ്കൂളിൽ പോകാനൊക്കെ ആയി. മോന്റെ ഒരു സ്കൂളിങ്ങിനെ കുറിച്ച് ഗോയിങ് ഫോർവേഡ്, ഇപ്പൊ എനിക്കൊരു മോനുണ്ട്, 6 വയസ്സായി, ഒരാൾക്ക് 1 വയസ്സായി. ഒരു 3 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചുകൂടി അവരുടെ എഡ്യൂക്കേഷനെ കുറിച്ച് കൺസേൺഡ് ആവേണ്ട ഒരു സമയമാണ്. ലുക്കിംഗ് അറ്റ് അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം, നജ്മക്ക് കൺസേൺസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് കൺസേൺസ് ഉള്ളത്, അതോ ഇല്ലേ? തീർച്ചയായും കൺസേൺ ഉണ്ട്. ചില പോയിന്റിലെത്തുമ്പോ നമ്മള് ശരിക്കും രക്ഷിതാക്കള് മാത്രമായി മാറുമല്ലോ. അമാൻ സോയി ഹംദാൻ എന്നാണ് മുഴുവൻ പേര്. മാർച്ചില് 3 വയസ്സ് തികയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇടക്ക് ജോലിയുടെ സൗകര്യത്തിനോ ഡേ കെയറിലാക്കിയിരുന്നു നമ്മള്. ഡേ കെയറിലാവുമ്പോ കെയർ സെന്റർ ആണല്ലോ, അതിൽ കൂടുതലായിട്ട് അവിടെ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. 2.5 വയസ്സ് മുതൽ തന്നെ ഇത്തരത്തിൽ തുടങ്ങുന്ന ചില സ്ഥാപനങ്ങൾ നമ്മളെ ഇടയിലുണ്ട്. പക്ഷെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. ഒരു 3 വയസ്സ് 4 വയസ്സിൽ പഠിത്തമൊക്കെ തുടങ്ങിയാൽ മതി എന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു സ്റ്റേജ് വരുമ്പോൾ ഇതിലൊക്കെ ഒരു വ്യത്യാസം വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ വളരെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുൻപേ നമ്മളെ പറ്റി ഒരു പ്രതീക്ഷ ആഗ്രഹമൊക്കെ ഉണ്ടാവല്ലോ. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമേ കുഞ്ഞിനെ ചേർക്കൂ എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമായിട്ട് ഉള്ളിലുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ എന്തായാലും പൊതുവിദ്യാലയങ്ങളിലെ എന്റെ കുട്ടീനെ വിടുവുള്ളൂ. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറൊക്കെയാണ് അല്ലേ, മാതൃകയാവേണ്ട ആളാണ്. ബേബി ആയിരിക്കും, അതൊക്കെ ആവുന്നതിന് മുമ്പേ, വളരെ കല്യാണം പോലും കഴിക്കുന്നതിന് മുമ്പേ കുട്ടീനെ ഗവൺമെന്റ് സ്കൂളിൽ ഭയങ്കര ഒരു രാഷ്ട്രീയ ഉള്ളിലുണ്ടായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് നമ്മളെ വിദ്യാഭ്യാസത്തിൽ നിന്ന് നമുക്ക് കുട്ടിക്ക് കിട്ടേണ്ടത് ആളുകളോട് പെരുമാറുന്നത്, ഇടപഴകി ജീവിക്കണം, ഇങ്ങനെ കുറെ വാല്യൂസ് ആണ് ശരിക്കും വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടേണ്ടത്. അല്ലാതെ പഠിപ്പിക്കുന്ന സിലബസ് അല്ല എന്നുള്ള ആയിരുന്നു ഈ പറഞ്ഞ പോലെ നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെ, അല്ലെങ്കിൽ ഈ കാലം വരെ നമ്മളെയൊക്കെ ഒരു തോട്ട്. പക്ഷെ ഇവന് 3 വയസ്സാവുന്നു, അപ്പൊ നമ്മൾ വെറൊരു രക്ഷിതാവായി മാറുന്നു. നമ്മൾ ആ രാഷ്ട്രീയമൊക്കെ ഉണ്ട്, എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഇപ്പോഴത്തെ ഒരു തോട്ടിനെ പങ്കുവെക്കണം, അതാണ് ഈ പറയുന്ന കൺസേൺ. ഇങ്ങനെ നമ്മൾ ഓർക്കുമ്പോൾ ഇവൻ വലുതാവേണ്ട കാലം എന്ന് പറഞ്ഞാൽ 2040 2050 ഇങ്ങനെ നന്നായി ജീവിക്കേണ്ട ഒരു മനുഷ്യനാണ്. ഇവന് ഈ പറഞ്ഞൊരു സാമൂഹിക ജീവിതം എനിക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റും. ഇടപഴകല് ഇതെനിക്ക് എപ്പോഴും എങ്ങനെ എനിക്ക് കൊടുക്കാൻ പറ്റും, അതിനുള്ളൊരു പ്രിവിലേജ് ഉള്ള ഒരു പൊസിഷനിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് എനിക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റും. അതല്ലാതെ ഇവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷയുള്ള, ഇവരോടൊക്കെ മത്സരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മത്സരിക്കില്ല, അവരുടെ കൂടെ ജീവിക്കാൻ പറ്റുന്ന ഒരാളായിക്കൊണ്ട് ഇവനെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ അവന് വേറെ എന്തൊക്കെയോ ഞാൻ കൊടുക്കേണ്ടതുണ്ട്. അത് എനിക്ക് ഒറ്റക്ക് കൊടുക്കാൻ പറ്റുന്നതല്ല, അതെനിക്ക് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്. അത് എനിക്ക് ഈ പൊതുവിദ്യാലയത്തിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം തോന്നി തുടങ്ങുന്ന ഒരു പീരീഡാണ്. സംശയമാണ്, പീരീഡാണ്. അപ്പം അങ്ങനെ തോന്നി തുടങ്ങുന്ന ഒരു പീരീഡാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൺസേൺഡ് ആണ്. ഞാൻ സ്കൂളുകളെ പറ്റിയൊക്കെ ആലോചിക്കാൻ തുടങ്ങുന്നു. നമ്മളെ ചുറ്റിലുള്ള നല്ല സ്കൂളുകളെ പറ്റി ആലോചിക്കാൻ തുടങ്ങുന്നു. അവിടുത്തെ ഫീസ് സ്ട്രക്ചറൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ബേജാറാവുന്നു, ഹാർട്ട് അറ്റാക്ക് വരുന്നു. പഠിച്ചാൽ LKG ചേർക്കാൻ 50,000 രൂപ കൊടുക്കണം എന്ന് കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോവാണ്. സൗജന്യമായിട്ട് തരുന്ന സ്ഥാപനങ്ങളുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് നമ്മളൊരു സ്വാർത്ഥത ഉണ്ടാവുന്നു, ആ സ്വാർത്ഥതയ്ക്ക് മുകളിൽ വലിയ ഞെട്ടലോട് കൂടി ഇത്തരത്തെ ഫീസ് സ്ട്രക്ചർ ഉണ്ടാവുന്നു. അപ്പൊ അങ്ങനെ ഒരു കൺസേൺ ഉള്ള പീരീഡിലാണ്, തീർച്ചയുള്ള പീരീഡിലല്ല. ഓൻ സ്കൂളിൽ എത്തിയിട്ടില്ലല്ലോ, ഇത്ര വരെ എനിക്ക് ആശങ്ക ഉന്നയിക്കാലും കൺസേൺഡ് ഉള്ള ഒരു പീരീഡിലാണ് ഞാൻ നിൽക്കുന്നത്. സാമൂഹിക ജീവിതത്തിന് പ്രാപ്തമാക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് വിചാരിച്ചിരുന്നിടത്ത് മാറി, പകരം വെറുതെ ഇടപഴകുക എന്നുള്ളതല്ല, ക്വാളിറ്റി
ക്വാളിറ്റിയുള്ള ഒരു ഇടപഴകലാവണം വിദ്യാഭ്യാസം കൊടുക്കുന്നത് എന്ന് തോന്നലിലേക്ക് മാറിയിട്ടുണ്ട്. അത് കൊടുക്കാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത് പ്രൈവറ്റ് ആയിക്കോട്ടെ, ഗ്ലോബൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിക്കോട്ടെ, എത്രത്തോളം കേപ്പബിൾ ആണെന്നുള്ളതിൽ ഒക്കെ ഒരു ചോദ്യങ്ങൾ ഉണ്ടാവുന്ന ഒരു ഡിലേമ പീരീഡ്. റോബിൻസൺ എന്ന് പറഞ്ഞൊരു എഡ്യൂക്കേഷനിസ്റ്റ് ഉണ്ട്. ടെഡ് കേട്ടിട്ടുണ്ടല്ലോ. ടെഡില് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള ടോക്ക് അദ്ദേഹത്തിന്റെ ഒരു ടോക്കാണ്. സർ കെൻ റോബിൻസൺ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനിസ്റ്റ് ആണ്. അദ്ദേഹം കഴിഞ്ഞ വർഷം മരണപ്പെട്ടു പോയി. ഒരുപാട് പുസ്തകങ്ങളൊക്കെ സ്കൂളിങ്ങുമായി ബന്ധപ്പെട്ടും എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ ആ ടോക്കിന്റെ ഒരു മർമ്മപ്രധാനമായിട്ടുള്ള പേരെന്നുള്ള ടോക്കിന്റെ പേര് എങ്ങനെയാണ്, ഡു സ്കൂൾസ് കിൽ ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ്. സ്കൂളുകൾ ക്രിയേറ്റിവിറ്റിയെ കൊല്ലുന്നുണ്ടോ എന്നുള്ളതാണ് ടെഡിലെ ഏറ്റവും കൂടുതൽ ആളുകൾ, മില്യൺസ് ഓഫ് ആൾക്കാർ കണ്ട ടോക്കിന്റെ ടൈറ്റിൽ. അതിൽ അദ്ദേഹം ആ ടോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട്. അത് നജ്മ പറഞ്ഞ ആ ഒരു പോയിന്റുമായിട്ട് റെസണേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാനത് പറയണം എന്ന് എനിക്ക് തോന്നിയത്. അതായത് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ കുട്ടികൾ റിട്ടയർ ചെയ്യുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മളിപ്പോ കാണുന്നത് നമ്മുടെ കുട്ടി മേ ബി 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ 10ൽ പഠിക്കുന്നു, +2ൽ പഠിക്കുന്നു. ഇപ്പൊ നമ്മൾ +2ൽ പഠിക്കുന്നു, മാക്സിമം ജോലി ചെയ്യുന്ന, ഒരു ഡിഗ്രി എടുക്കുന്നു, ജോലി ചെയ്യുന്നു. അതിനപ്പുറം ഈ പറഞ്ഞതുപോലെ ഇപ്പോ 3 വയസ്സുകാരനായിട്ടുള്ള ഒരു അമാൻ ജൂഹി പ്രോബ്ലി റിട്ടയർമെന്റ് ഏജ് നമ്മളൊരു 50 വയസ്സെടുക്കുകയാണെങ്കിൽ 47 വർഷത്തിനപ്പുറമായിരിക്കും പ്രോബ്ലി അവൻ ചെയ്യുന്ന വർക്ക് എന്താവട്ടെ, ജോലി ആവട്ടെ, ഓണ്ടർപ്രണർഷിപ്പ് ആവട്ടെ, എന്ന് റിട്ടയർ ചെയ്യാം എന്ന് നമുക്ക് സങ്കല്പിക്കാം. ഇത് 2025 ആണ്. ഒരു 50 വർഷത്തിനപ്പുറം എന്ന് പറഞ്ഞാൽ 2070s കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അന്നത്തെ ലോകം എന്തായിരിക്കും, അന്നത്തെ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ ഈ ലോകത്തിന് വന്നിട്ടുണ്ടാകും. കഴിഞ്ഞ 10 വർഷം കൊണ്ട് തന്നെ എത്രയോ മാറ്റങ്ങൾ നമ്മുടെ ചുറ്റുള്ള ലോകത്ത് വന്നു. അപ്പോൾ ഞാനൊക്കെ പറയാറുള്ളത് 2060കളിലും 70കളിലൊക്കെ ചിലപ്പോൾ ഈ കുട്ടികൾ വല്ല ചൊവ്വയിലോ മാഴ്സിലൊക്കെ നമ്മൾ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ വന്ന് ചൂടൊക്കെ കൂടി ചിലപ്പോൾ ഇവിടെ നിന്ന് അവരെ ജീവിക്കാം, ചിലപ്പോൾ വല്ല ചൊവ്വയിലോ മാഴ്സിലൊക്കെ ആയിരിക്കും ജീവിക്കാം. എന്നിട്ടൊരു ശനി ഞായറൊക്കെ ആകുമ്പോൾ അവരൊരു സ്പേസ് ഷിപ്പിൽ നമ്മളെ കാണാൻ വരും, തിരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് ഒരു കോമഡിയായി തോന്നാമെങ്കിലും, പക്ഷെ നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട്, 10 കൊല്ലം മുമ്പാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത്. എന്റെ കയ്യിൽ അന്ന് ഈ ഒരു ഫോൺ ഉണ്ടാവില്ല അല്ലെ, അന്ന് ഉണ്ടാവുക എന്റെ കയ്യിലൊരു നോക്കിയയുടെ ഉണ്ടാവുക. അന്നിപ്പോ ഞാൻ വന്ന് പറയാണ് ഇങ്ങനെയല്ല, ഇങ്ങനത്തെ ഒരു ഫോണൊക്കെ വരും, ആ ഫോണിൽ നമുക്ക് TV കാണാം, അല്ലെങ്കിൽ നമുക്ക് സിനിമ കാണാം, നമുക്ക് സ്പോർട്സ് കാണാം, നമുക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ അത് അതിശയോക്തിയായിട്ട് അന്ന് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ലൈക്ക് വേൾഡിന്റെ ചേഞ്ച് എപ്പോഴും ഒരു എക്സ്പോണൻഷ്യൽ സ്പീഡിലാണ് ഉണ്ടാവുക. ഇതൊക്കെ സംഭവിക്കാം. അപ്പൊ ആ കാലത്തിന് നമ്മുടെ കുട്ടികൾ റെഡി ആണോ എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ശരിക്കും അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ള എനിക്ക് നജ്മ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതെ, അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഇത്ര ആശങ്കാകുലരായി. എന്തൊക്കെയാണ് ആശങ്കകളുള്ളത്? അതിന് തയ്യാറായിട്ടുള്ള ആ ലോകത്തുള്ള മനുഷ്യന്മാർ, അല്ലെങ്കിൽ അവിടെ വളരേണ്ട മനുഷ്യന്മാരെ ട്രീറ്റ് ചെയ്യുന്ന ഏത് സിസ്റ്റമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് എനിക്ക് ഭയങ്കര സംശയമുണ്ട്. ഏതെങ്കിലും സിസ്റ്റം എൻ്റെ മുന്നിൽ അതിന് തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സംശയമുണ്ട്. പിന്നെ ഉള്ളതിൽ ഏറ്റവും മെച്ചപ്പെട്ടതിലേക്ക് പോവുക, ഉള്ളതിൽ ഏറ്റവും പൈസ കൂടിയ സ്ഥാപനത്തിലേക്ക് പോവുക എന്നൊക്കെ ഉള്ളതാണ് നമ്മളെ ഇടയിലുള്ള ഏറ്റവും നല്ലത് നമ്മൾ വിചാരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അതല്ലാതെ എനിക്കൊരു ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഹോം സ്കൂളിംഗ് ഒക്കെ പുതിയ കാലത്ത് കുറച്ചും കൂടി ആളുകൾ ചർച്ച ചെയ്ത് തുടങ്ങുന്ന ഒരു സാധനമാണ് ഹോം സ്കൂളിംഗ്. അതിനുള്ളൊരു വിവരവും ക്ഷമയോ നമുക്ക് വേണം, സമയം വേണം. അപ്പം അതൊക്കെ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഭയങ്കര ആശങ്കയാണ്. എന്റെ കൺമുന്നിൽ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല. അതിന്റെ ആൾട്ടർനേറ്റീവ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പം ഫിസിക്കലി തന്നെ വേണമെന്നൊന്നുമില്ല, വെർച്വലി ആയാലും എനിക്കത് വലിയ കുഴപ്പമുണ്ടാവില്ല. നല്ലൊരു സാധനം എൻ്റെ മുന്നിലേക്ക്, നല്ലൊരു വിദ്യാഭ്യാസ സമ്പ്രദായം മുന്നിലേക്ക് വരികയാണെങ്കിൽ, വിർച്വലി വരികയായിക്കോട്ടെ, അത് ഈ പറഞ്ഞ ഒരു കെട്ടിടത്തിന്റെ ഉള്ളിലാവണം എന്നൊക്കെ നിർബന്ധമൊന്നുമില്ല. വേറെ എക്സ്പെരിമെന്റ്സും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് ഇവർക്ക് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള വിദ്യാഭ്യാസം എവിടുന്നേലും കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ നമ്മൾ അടിയറവ് കൂട്ടും, പക്ഷെ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, ഈ പറഞ്ഞതിനോട് ഞാൻ എൻ്റെ ഒരു റാഡിക്കൽ ആയിട്ടുള്ള ഒരു തോട്ട് ഞാൻ ആഡ് ചെയ്യാം. ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്, കുട്ടികൾ എന്തിനു നമ്മൾ സ്കൂളിലോട്ട് അയക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നജ്മ പറഞ്ഞത് ഒരു ഇടപഴകലിനപ്പുറം എന്ത് കൊടുക്കണം എന്നാണ് ഇപ്പോൾ നജ്മ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരു സിലബസ് ആണോ, ഒരു കണ്ടന്റ് ആണോ, എന്തിനെ കുറിച്ചാണ് നമ്മൾ കൺസേൺഡ്? ഞാൻ കണ്ടന്റിനെ കുറിച്ചാണ് കുറച്ചുകൂടി കൺസേൺഡ് ആയിട്ടുള്ളത്. എന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏതെങ്കിലും തരത്തിലൊരു പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനത്തിനെ കുറിച്ചല്ല ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. നമ്മൾ
കാരണം ഇതെല്ലാവരും തൃപ്തിപ്പെടുത്താനുള്ള സമ്പ്രദായമായിക്കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു സമ്പ്രദായം ആയിക്കൊണ്ട് തോന്നുന്നു. പിന്നെ ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു നിലവാരക്കുറവുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ എഴുതി പഠിച്ചു തുടങ്ങുകയാണ്. എഴുതി പഠിച്ചല്ലോ പഠനം തുടങ്ങേണ്ടത്, കേട്ടും കണ്ടും അറിഞ്ഞും. ഇപ്പൊ അങ്ങനെ തന്നെ കുട്ടികൾ വളരുന്ന. ഏതെങ്കിലും കുട്ടിക്ക് നമ്മൾ ABCD സ്കൂളിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എല്ലാവരും നന്നായി ABCD അറിയാം, വേർഡ്സ് അറിയാം, ഫ്രൂട്ട്സ് അറിയാം, ആനിമൽസ് അറിയാം. ഇവർ അറിയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ഇവർക്ക് 90%, എല്ലാ കുട്ടികളെയും പറയല്ല, എന്നാലും 90% കുട്ടികൾക്ക് ഇതിലേക്ക് ആക്സസ് ഉണ്ട്, ഒരു ഡിജിറ്റൽ ലൈഫിൽ ആക്സസ് ഉണ്ട്. ഇവർക്ക് ഈ സാധനങ്ങൾ അറിയാം. എന്നിട്ട് നമ്മൾ 1ാം ക്ലാസ്സിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് എന്തായിരിക്കും? ഈ സാധനം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി തിരിച്ചു മറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ ആ ന്യൂനപക്ഷമായ കുട്ടികളെ കാണാതെ പറയൊന്നുമല്ല, പക്ഷെ എന്നാൽ പോലും ഇതിപ്പം അവിടെ പഠിക്കണമെങ്കിൽ മറ്റേ അരി പഠിക്കണം, തറ പഠിക്കണം, കറ പഠിക്കണം, ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം വരുള്ളൂ. അതിന് എത്ര സമയം ചെലവഴിക്കുന്നു? ഒരൊറ്റ ലെറ്റർ പഠിപ്പിക്കാൻ ഒരുപാട് സമയം, അനാവശ്യമായ സമയം ചെലവഴിക്കണം. ഞാൻ പ്രത്യേകിച്ച് വരുന്നത് ഒരുപാട് അധ്യാപകരുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്. എൻ്റെ വീട്ടിൽ തന്നെയുള്ള അധികം ആളുകൾ ചെയ്യുന്ന തൊഴിൽ അധ്യാപകനാണ്. അപ്പം ഇവര് തന്നെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, ഭയങ്കര മടുപ്പ് തോന്നുന്ന ഒന്നായിക്കൊണ്ട്, ഇപ്പൊ പഠിപ്പിക്കാൻ പറ്റാത്ത ഒന്നായിക്കൊണ്ട് സ്കൂളൊക്കെ മാറുന്നുണ്ട്, സിലബസ് മാറുന്നുണ്ട്. ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ പുതിയൊരു ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു. മാറ്റങ്ങൾ വന്നിട്ട് ഇപ്പൊ ഈ വർഷം അവസാനിക്കുമ്പോൾ പറയാണ്, ഈ മാറ്റത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് തിരുത്തണം കേട്ടോ എന്ന്. ഒരു കൊല്ലം പഠിച്ചു പോയ കുട്ടികളും വേസ്റ്റ് ആയി, ഒരു കൊല്ലം അതിന്റെ പുറകെ നടന്ന ടീച്ചർമാരും മാനസികമായി ശാരീരിക എക്സോസ്റ്റഡ് ആയി പോവാണ്. അപ്പൊ ഇത് ആരെ കാണിക്കാനാണ് നമ്മൾ ഇങ്ങനത്തെ സിലബസും കൊണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ ആരെ കാണിക്കാനാണ് നമ്മൾ ഈ ഒരു സാധനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഭയങ്കര പ്രശ്നമാണ്. അല്ല, ഇതൊരു പ്രശ്നം തന്നെയാണ്. അത് സിലബസ് എന്നുള്ളത് എസ്പെഷ്യലി നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലോട്ട് വരുമ്പോൾ അവിടെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം, പൊളിറ്റിക്കലി ആസ് വെൽ ആസ് അക്കാഡമിക്കലി അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു പ്രോബ്ലം ഉണ്ട്. എല്ലാവരും തൃപ്തിപ്പെടുത്താൻ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ലക്ഷ്യമായിട്ട് തോന്നിയിട്ടുള്ളത് എല്ലാവരും ഹാപ്പി ആക്കുക എന്നുള്ളതാണ്. അതായത് എല്ലാവർക്കും A+ കൊടുക്കുക. അപ്പൊ കുട്ടികൾ ഹാപ്പിയാണ്, പാരന്റ്സ് ഹാപ്പിയാണ്, സ്കൂൾ ഹാപ്പിയാണ്, വിദ്യാഭ്യാസ മന്ത്രിയും 99% വിജയം ഉണ്ടെങ്കിൽ ഹാപ്പിയാണ്. 2007 മുതൽ ആക്ച്വലി ഒരു പാറ്റേൺ നമുക്കൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻക്രീസ്. ഇപ്പൊ ഞാൻ 2007 ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞത്. അന്ന് 4000 ആൾക്കാർക്കാണ് മുഴുവൻ A+ ഉള്ളത്. ഇന്ന് 2024 എത്ര ആളുകൾക്ക് A+ ഉണ്ട്? ഒരു 71,000 ആളുകൾക്ക് മുഴുവൻ A+ ഉണ്ട്. 17 ഇരട്ടിയായിട്ടാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. എഴുതിയ കുട്ടികളുടെ എണ്ണം കുറഞ്ഞിട്ടേ ഉള്ളൂ. 4.5 ലക്ഷം 4.15 ലക്ഷം ആയിട്ടുള്ളൂ. അതിനർത്ഥം എന്താ? ഒന്നുകിൽ നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം 17 ഇരട്ടിയായിട്ട് ബെറ്റർ ആയിട്ടുണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ് താഴ്ത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ ബാറ് താഴ്ത്തി വെക്കുന്നതാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്. ഈ ബാറ് താഴ്ത്തി വെക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവില്ല ഞാൻ എന്തിലാ ബെറ്റർ, ഞാൻ എന്തിനാണ് വേസ്റ്റ്, ഞാൻ എവിടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഞാൻ എവിടേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എൻ്റെ ഒരു കരിയർ പാത്ത് എന്തായിരിക്കണം, ഞാൻ എവിടേക്ക് പോകണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം എനിക്ക് തോന്നിയൊരു തോട്ട് പ്രോസസ്സ് ഞാൻ പറയാം. എന്താണ് റാഡിക്കലി നമ്മുടെ ഒരു സിസ്റ്റത്തിൽ മാറ്റം വരേണ്ടത്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി അങ്ങനെ മാറ്റം വരും. നമ്മൾ മാറ്റത്തെ റെസിസ്റ്റ് ചെയ്തൊന്നും കുറേ കാലം നിൽക്കാൻ നമുക്ക് ആവില്ല. കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ സിസ്റ്റംസും മാറും. ഇല്ലെങ്കിൽ വേറെ ആരും കുട്ടികൾ തന്നെ വന്നത് പൊളിച്ചെഴുതും. എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ക്ലാസ് റൂമുകളുടെ സ്വഭാവവും രീതിയും മാറണം. നേരത്തെ നെജ്മ പറഞ്ഞ, എൻ്റെ അഭിപ്രായത്തിൽ അഡ്വക്കേറ്റ് നെജ്മ പറഞ്ഞു തുടങ്ങിയൊരു കാര്യം ഉണ്ടല്ലോ, അതായത് കുട്ടികൾക്ക് വേണ്ട ഒരു പൊതുബോധം, അല്ലെങ്കിൽ കുട്ടികൾ ആളുകളുമായിട്ട് ഇടപഴകുക, അതിനുള്ള കഴിവ്, അതിനുള്ള കാര്യങ്ങൾ, ഇതാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ നിന്ന് ലഭിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. നേരെ മറിച്ച് അക്കാഡമിക് കണ്ടന്റിനെ കുറിച്ചുള്ള കൺസേൺസ് പറഞ്ഞു. അക്കാഡമിക് കണ്ടന്റിനെ കുറിച്ച് ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിലെ കൺസേൺസ് പറഞ്ഞു. ഇതേപോലെ ഓരോ സിലബസ് പോകുമ്പോഴും ഡിഫറെന്റ് ആയിട്ടുള്ള കൺസേൺസ് ഉണ്ടാവും. എന്നാൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിക്ക് അക്കാഡമിക്കിൽ ഒരു കാര്യം പഠിക്കണമെങ്കിൽ സ്കൂളിൽ പോണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. കാരണം ഏറ്റവും നല്ല ടീച്ചർമാരെ അല്ല നമ്മൾ ആക്ച്വലി നമ്മുടെ സ്കൂളിൽ എംപ്ലോയ് ചെയ്യുന്നത്. ഭൂരിഭാഗം സ്കൂൾസിൽ അങ്ങനല്ല. ടീച്ചിങ്ങിനോട് പാഷനുള്ള ഒരു 10% ആൾക്കാരെ കാണാതല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ 90% വേറെ കുറേ സാഹചര്യങ്ങൾ കൊണ്ട് ടീച്ചിങ്ങിൽ എത്തിപ്പെട്ട ആളുകളാണെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യങ്ങളിലൊന്ന്, പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ പ്രത്യേകിച്ചും. ഓക്കെ, അപ്പോൾ എന്ന് മാത്രമല്ല, ചിലപ്പോൾ അവരെക്കാളും നല്ല കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന, നേരത്തെ പറഞ്ഞ പോലെ ABCD പഠിക്കാൻ സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല, യൂട്യൂബിൽ നിന്ന് കുട്ടി പഠിച്ചിട്ടുണ്ടാവും. എത്രയോ നല്ല കണ്ടന്റുകൾ യൂട്യൂബിലുണ്ട്. എത്രയോ നല്ല കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ ഇന്ന് നമുക്ക് ചുറ്റും അവൈലബിൾ ആണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ആൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ഉണ്ട്. കാരണം ഏറ്റവും നല്ല പ്രൊഫസർമാരുടെ ലെക്ചറുകൾ ഏത് വിഷയത്തിലാവട്ടെ, അതിൽ ഏറ്റവും ബെസ്റ്റ് ആളുകളുടെ ക്ലാസ്സുകൾ, കണ്ടന്റുകൾ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഈ കണ്ടന്റ് പഠിക്കാൻ കുട്ടിയെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യേണ്ട വലിയ സാക്ഷരതാ പ്രവർത്തനങ്ങളിൽ ഒന്ന് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഓൺലൈനായിട്ട് കുട്ടിയെ സ്വയം പഠിക്കാൻ, ഓൺലൈനിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴും അതിനപ്പുറം ഓൺലൈനായിട്ട് കുട്ടിയെ പഠിക്കാൻ നമ്മൾ പ്രാപ്തരാക്കുക. നേരെ മറിച്ച് സ്കൂളിൽ എന്ത് നടക്കണം? സ്കൂളിൽ കുറച്ചുകൂടി പാഠ്യേതരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ മറ്റ് ആളുകളുമായിട്ടുള്ള ഇടപഴകലുകൾ, കൂടുതൽ ആളുകളുമായിട്ടുള്ള എക്സ്പോഷർ കൊടുക്കുക, മറ്റ് പരിപാടികൾ, ലീഡർഷിപ്പ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇത്തരം സ്ഥലങ്ങളിലായിരിക്കണം സ്കൂൾസ് ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത്തരം രീതിയിലോട്ട് സ്കൂൾ മാറണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. ഫ്ലിപ്ഡ് ക്ലാസ് സാധാരണ നമ്മൾ ക്ലാസ് റൂമിൽ നടക്കുന്നത് ഒരു ടീച്ചർ വന്ന് പഠിപ്പിക്കും, എന്നിട്ട് ഹോംവർക്ക് തരും, ഹോംവർക്ക് നമ്മൾ വീട്ടിൽ പോയിട്ട് ചെയ്യും. എന്നാൽ പുതിയ ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം കുട്ടി വീട്ടിൽ നിന്ന് ക്ലാസ്സുകൾ കേട്ട് പഠിച്ചു വരുന്നു. ഹോംവർക്ക് അല്ല, ക്ലാസ് വർക്കാണുള്ളത്. വർക്കുമായിട്ട് സ്കൂളിലോട്ട് വരുന്നു. ക്ലാസ് റൂമിൽ ടീച്ചറും ഒന്നിച്ച് ആ വർക്ക് ചെയ്യുന്നു. അതിലെന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആര് തീർത്തു കൊടുക്കുന്നു? ടീച്ചർ തീർത്തു കൊടുക്കും. ഇതാണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഞങ്ങൾ ഒരു സ്കൂളിൽ ആക്ച്വലി ഇത് ചെറിയ നിലക്ക് പരീക്ഷിച്ച് നന്നായി വിജയിച്ചിട്ടുണ്ട്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താ വെച്ചാൽ പേഴ്സണലൈസേഷൻ ലേണിംഗിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം ഓരോ കുട്ടിയും ഡിഫറെന്റ് ആണ്, ഓരോ കുട്ടിയുടെയും ലേണിംഗ് ടൈം ഡിഫറെന്റ് ആണ്, ഓരോ കുട്ടിയുടെയും ഒരു തോട്ട് പ്രോസസ് ഡിഫറെന്റ് ആണ്. മാത്രമല്ല ഒരു കുട്ടി ക്ലാസ്സിലോട്ട് വരുമ്പോൾ അവന്റെ വീട്ടിൽ നടന്ന പല സംഭവങ്ങളും ചിലപ്പോൾ ഇന്ന് അവനെ സ്വാധീനിച്ചിട്ടുണ്ടാവും. അവന്റെ മൂഡ് ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. അവന്റെ വീട്ടിൽ ചിലപ്പോൾ തലേ ദിവസം ആർക്കെങ്കിലും രോഗമായിരിക്കും, മരണമായിരിക്കും, കല്യാണമായിരിക്കും, ഇങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ടാവും. അവൻ ആ കണ്ടന്റ് മിസ്സായി പോയാൽ അവനൊരു ചെയിൻ ഓഫ് തോട്ട്സ് മൊത്തം അവന് മിസ്സായി പോകും. പേഴ്സണലൈസേഷൻ ലേണിംഗിൽ നടക്കണം. അതിന് അവര് ഓരോരുത്തരും അവരുടെ പേസിൽ അക്കാഡമിക് കണ്ടന്റ് പഠിക്കണം. സ്കൂളിൽ നിന്നുള്ള കോൺസെപ്റ്റ് തന്നെ മാറ്റമുണ്ട്. സ്കൂളിൽ നിന്നുള്ള കോൺസെപ്റ്റ് തന്നെ മാറണം, അല്ലെങ്കിൽ മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ അക്കാഡമിക് കണ്ടന്റ് സ്കൂൾസിനെല്ലാം സ്കൂൾ അത് എക്സ്പാൻഡ് ചെയ്യാണ്. അത് അതിന്റെ അപ്പുറത്തേക്കും സ്കൂളിംഗ് ഉണ്ടല്ലേ എന്ന് വെച്ചാൽ വീടിനകത്തും ആ കുട്ടി ഇതിനെ ചെലവഴിക്കണം. അതെ, വീടിനകത്തായിരിക്കണം കുറച്ചുകൂടി ഒരു അക്കാഡമിക് കണ്ടന്റിലോട്ട് കുട്ടി സ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്റെ ഒപ്പീനിയൻ. പ്രോബ്ലി സ്കൂളിന്റെ സമയം നമുക്ക് മാറ്റാം. ഇത്രയധികം സമയം സ്കൂളിംഗ് നമുക്ക് ആവശ്യമില്ല. നമുക്കൊരു 8 മണിക്കൂർ സ്കൂളിംഗ് ആവശ്യമില്ല. ഇപ്പൊ ഫിൻലാൻഡ് പോലത്തെ സ്ഥലങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് സ്കൂളിംഗ് എന്ന് നമ്മൾ പറയുന്നു. കാരണം അവിടെ വേറെ കുറെ അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. നമുക്ക് ആ സിസ്റ്റം മൊത്തം എടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ. കാരണം അവരെ ഞാനിപ്പോ മനസ്സിലാക്കിയത് ഒരു 15 ആൾക്ക് ഒരു അധ്യാപകനും അല്ലെങ്കിൽ അധ്യാപിക ഒരു നഴ്സും ഒരു സ്റ്റുഡന്റിനെ സെർവ് ചെയ്യാനുണ്ടാവും ഞാൻ മനസ്സിലാക്കി. എന്ന് അപ്പോ ഇത്രയധികം സമയം സ്കൂളിംഗ് അവിടെ ഇല്ല. അവിടെ 4 മണിക്കൂർ താഴെ അവരുടെ സ്കൂളിംഗ് ഉള്ളൂ. അപ്പോ എന്താണ് സ്കൂളിൽ സംഭവിക്കേണ്ടത്, എന്താണ് അപ്പുറത്ത് സംഭവിക്കേണ്ടത് എന്നുള്ളതിൽ ഒരു ഫ്ലിപ്പിംഗ് വരണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. വിച്ച് വിൽ സോൾവ് ഓൾ അവർ പ്രോബ്ലംസ്. പക്ഷെ അത് ഒരു കാര്യം ചോദിക്കാട്ടോ, ചോദ്യം ചോദിക്കുന്ന ആളായിട്ടല്ല, ചോദ്യങ്ങൾ കോൺവെർസേഷൻ ആണ്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് പറഞ്ഞ പോലെ സ്കൂൾ എക്സ്പാൻഡ് ചെയ്യല്ലേ. ഇതിനപ്പുറത്തേക്കും വേറെയും കുറെ ആൾക്കാർ അതിന് എഫേർട്ട് എടുക്കും. പറഞ്ഞ പോലെ പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് അതിൽ ഭയങ്കര നിർബന്ധമായിരിക്കും. അവർ അവൈലബിൾ ആവുക, അവരെ മൊത്തമായിട്ട് അവരും കൂടി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥ അതിന്റെ ഉള്ളിൽ വരില്ലേ? അത് എത്രത്തോളം നമുക്ക് സാധ്യമാണ്? ഡെഫിനറ്റ്ലി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കുട്ടിയുടെ വളർച്ചയിൽ പാരന്റ്സിന് വലിയ പങ്കുണ്ട്. അത് നമ്മളിപ്പോ എന്തിനാ നമ്മൾ പലപ്പോഴും സ്കൂളിൽ വിട്ടിട്ട് സ്കൂളിനെ ചോദ്യം ചെയ്യാം. സ്കൂൾ എന്താവണം, ഇനി എന്റെ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ പോലെ 50,000 1 ലക്ഷം ഒക്കെ ഞാൻ ഫീസ് കൊടുത്തു. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം എന്നുള്ളത്. പാരന്റ്സ് കുട്ടികളുടെ കാര്യത്തിൽ ഇൻവോൾവ് ആവുക എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ വലിയൊരു നെസസിറ്റിയാണ് ഗോയിങ് ഫോർവേഡ്. കാരണം അങ്ങനെയുള്ള കുട്ടികളാണ് ഞാൻ കണ്ടെടുത്തോളം, ഇതൊരു ഒരു 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 ഫാക്ച്വൽ എവിഡൻസ് ആയിട്ട് പറയാൻ അടുത്ത ഡാറ്റ ഒന്നുമില്ല, പക്ഷെ അനക്ഡോട്ടിൽ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പാരന്റ്സ് എവിടെയൊക്കെ ഒരു കുട്ടിയുടെ കാര്യത്തിൽ ഒരു കുറെയൊക്കെ ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ? ആക്റ്റീവ്ലി നമ്മൾ പറഞ്ഞാൽ അവരെ മൈക്രോ മാനേജ് ചെയ്ത് അവരെല്ലാ കാര്യങ്ങളും അവരുടെ ഡ്രീം സെറ്റ് ചെയ്യുന്നവരെ പാരന്റ് ആവണം എന്നുള്ളതല്ല പറഞ്ഞത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലത്തും ഒരു ഗൈഡൻസ്, ഒരു മെന്റർഷിപ്പ് വളരെയധികം ആവശ്യമാണ്. പലപ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ മെന്റർഷിപ്പ് കൊടുക്കേണ്ട ആളുകൾക്ക്, ഫോർ എക്സാമ്പിൾ സ്കൂളിലെ ടീച്ചേഴ്സ്, ഇവർക്ക് ഇത് കൊടുക്കാൻ സാധിക്കൂല എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെ വിളിച്ച് ഒരു പാരന്റ് ചോദിച്ചു, +1 പഠിക്കാൻ ഞങ്ങളുടെ കുട്ടിന്റെ പാരന്റ് ചോദിച്ചു, മാത്സ് ടെക്സ്റ്റ് ബുക്ക് വാങ്ങണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, 2 കാര്യങ്ങളാണ് നമ്മൾ സ്കൂളിന് പോകുന്നതിന് മുമ്പ് തന്നെ, ജൂണിന് മുമ്പ് ചെയ്യുന്നത്. ഒന്ന് യൂണിഫോം വാങ്ങുക, 2 ബുക്ക് വാങ്ങുക. അതാണ് നമ്മളൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ നമ്മൾ ചെയ്തിരുന്ന 2 കാര്യം. ഈ കുട്ടി പാരന്റ് ചോദിക്കുകയാണ് മാത്സ് ടെക്സ്റ്റ് ബുക്ക് വാങ്ങണോ. അപ്പൊ ഞാൻ ശരിക്ക് ഷോക്ക്ഡായി, എന്താ അങ്ങനെ ചോദിച്ചത്. അപ്പൊ എന്നോട് പറഞ്ഞു, അതൊന്നും വാങ്ങി വെറുതെ കാശ് കളയണ്ടെന്ന് മാത്സ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ടീച്ചറിനെ പറഞ്ഞിട്ടുണ്ട് എന്റെ നോട്ട് നോക്കി പഠിച്ചാൽ മതി, വെറുതെ കാശ് കളയണ്ട, ബുക്കിന്റെ ആവശ്യമില്ല എന്നുള്ളത്.
ഇങ്ങനെയാണെങ്കിൽ ആരാണ് കുട്ടിയെ ഗൈഡ് ചെയ്യുക? ആർക്കാണ്? നേരത്തെ പറഞ്ഞ പൊതുവിദ്യാഭ്യാസ സിസ്റ്റത്തിനുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് CBSE അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് സ്കൂളിലോ വരാം. ഇവിടെ വരുന്നത് പലപ്പോഴും ഒരു മേക്ക് ഷിഫ്റ്റ് ജോബ് ആയിട്ട് ടീച്ചിങ്ങിനെ കാണുന്ന ആൾക്കാരാണ് പല സ്ഥലത്തും വരുന്നത്. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതെ, ഒരു വളരെ ചെറിയ ശമ്പളം അവർക്ക് കൊടുക്കുന്നതും. അപ്പൊ നമുക്ക് ഒന്നും ഡിമാൻഡ് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല, റൈറ്റ്? എന്നാലും അവർ കുറെ മരിച്ചു പണിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അത് മറ്റൊരു ആസ്പെക്ട്. പക്ഷെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, അൾട്ടിമേറ്റ്ലി ഈ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും ആരാ നമ്മളെ കുട്ടീനെ ഗൈഡ് ചെയ്യുക. ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു പാരന്റിങ് വാചകമായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഞാനിപ്പോൾ പാരന്റ് ആയതിനു ശേഷം കേട്ടോന്നല്ല, പണ്ട് കേട്ടോന്നാണ്. അതാണ്, ടാങ്കിലുള്ളത് ടാപ്പിൽ വരുള്ളൂ. അപ്പോ നമ്മൾ പാരന്റ്സ് എന്ന ടാങ്കിലുള്ള സംഭവങ്ങളെ താഴേക്ക് വരുള്ളൂ. നമ്മളെ കുട്ടിയെ വേറെ ആരും നോക്കാനോ നമ്മളെ കുട്ടിയെ വേറെ ആരും ഗൈഡ് ചെയ്യാനൊന്നും ഉണ്ടാവൂല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. മേ ബി. എന്തായാലും നമുക്ക് നമ്മുടെ ഒരു ഡിസ്കഷന്റെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് പോകാൻ തോന്നുന്നു. കുറെ കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഈ ഒരു ഗേൾസിന്റെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വോയിസ് റൈസ് ചെയ്യുന്ന ഒരാളാണ് താങ്കൾ. ഇവിടെ ഒരു ഗേൾസിന്റെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മളൊരു മലപ്പുറം ജില്ല അല്ലെങ്കിൽ മലബാർ റീജിയൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് മുന്നോട്ട് ആക്ച്വലി നമ്മൾ വന്നിട്ടുണ്ട്, ഒരുപാട്. എന്നാലും ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ പെൺകുട്ടികൾ അവരുടെ പഠനത്തിൽ അല്ലെങ്കിൽ പഠനം കഴിഞ്ഞ് മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നുണ്ടോ? എന്താണ് നജ്മയുടെ ഒരു തോട്ട്സ് എന്നുള്ളത്? കാരണം ഒരുപാട് ആൾക്കാരായിട്ട് ഇടപഴകുന്ന ഒരാളെന്നുള്ളതൊക്കെ. തീർച്ചയായിട്ടും അത് ഭയങ്കര ഒരു ഫാക്റ്റാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ടെറിട്ടറി മാത്രം എടുത്തു നോക്കുകയാണെങ്കിലും മുൻപില്ലാത്ത രൂപത്തിൽ, വലിയ രൂപത്തിൽ പെൺകുട്ടികളുടെ ഒരു പ്രൊഡക്റ്റീവ് സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വിദ്യാഭ്യാസത്തിൽ. മലപ്പുറം ഒന്നുമല്ല, കേരളത്തിൽ എവിടെ പോയാലും കോളേജുകളുടെ ഒക്കെ അത് സ്ഥിതി അതാണല്ലോ. 88%, 80% UG PG ഒക്കെ പെൺകുട്ടികൾ അത്രയും നന്നായി പഠിക്കുന്ന ഒരു സാഹചര്യം എല്ലായിടത്തും ഉണ്ട്. നമുക്കിത് കുറച്ച് ന്യൂ ആയി തോന്നുന്നത് നമ്മൾ കുറച്ച് പുറകിലോട്ട് അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം നമ്മളിടയിൽ നന്നായി പെൺകുട്ടികൾ പഠിക്കുന്നു, ലക്ഷ്യബോധത്തോടു കൂടി തന്നെ പഠിക്കുന്നു, എവിടെ എത്തണം എന്ന തോന്നലിൽ തന്നെ പഠിക്കുന്നു. ആ തോന്നലിലേക്ക് എത്തിച്ചേരാൻ ഒരു പരിധിവരെ നമ്മുടെ പാരന്റ്സ് ഒക്കെ പിന്തുണ നൽകുന്നു. അങ്ങനെ മനോഹരമായിട്ട് ഞാൻ സ്വപ്നം കണ്ട ഇണാശ്ശേരി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാധനത്തിൽ നമ്മൾ പെൺകുട്ടികൾ എത്തിച്ചേരുന്നു. വളരെ നല്ലൊരു കാര്യമാണ്. അതിന്റെ അതർ സൈഡ് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ നന്നായി പഠിച്ചു വരുന്ന കുട്ടി, ഈ പഠിച്ചു വരുന്ന കുട്ടി എന്ന് പറയുന്നത് നമുക്ക് ഡിഗ്രിയോ PGയോ സർട്ടിഫിക്കറ്റ് അല്ലോ അല്ല, അതിന്റെ അപ്പുറത്ത് അവർ കിട്ടിയ ഒരു എക്സ്പോഷർ കൂടിയാണ് അവരുടെ പഠനം. അവരുടെ തോട്ട്സിൽ മാറ്റം ഉണ്ടാവും. അവരൊരു കാര്യത്തെ എടുക്കുന്ന ഒരുപാട് കുട്ടികൾ ഈവൻ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ടോപ്പ് യൂണിവേഴ്സിറ്റികളിലാണ് കുട്ടികളാണ് കൂടുതലും പഠിക്കുന്നത്. അതെ, തീർച്ചയായും. എവിടെ പഠിക്കണം എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയുടെ, ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയുടെ പേര് അവർ പറയും. അത് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ പറയും. അതിനു വേണ്ടിയുള്ള ലക്ഷ്യങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട് കുറെ പേര്. ഈ ഇന്ത്യ വിട്ടും പുറം രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നുണ്ട്. പക്ഷെ ആളുകൾ തിരിച്ചു വരുന്നുണ്ടല്ലോ. പഠിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ആളുകളുടെ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അവര് നന്നായി ചിന്താപരമായും വിദ്യാഭ്യാസപരമായും സാമൂഹികമായും അവർ കുറച്ചുകൂടി ഉന്നതമായ ബോധ്യങ്ങളോട് കൂടിയിട്ടാണ് ആ കുട്ടികൾ തിരിച്ചു വീട്ടിലേക്ക് കയറി വരുന്നത്. ആ കുട്ടിയുടെ തോട്ടിനെ സ്വീകരിക്കാൻ ഒരു പരിധി വരെ അപ്പം ആ വീടും സമൂഹവും പാകമായിട്ടില്ല എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് നിലവിൽ ഈ ഒരു സമയത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം പിന്നീട് നമ്മൾ സ്വാഭാവികമായും കയറി വരുന്നത് വിവാഹം, കുടുംബം എന്നീ യാഥാർത്ഥ്യങ്ങളിലേക്കാണ്. ആ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ എത്തിച്ചേർന്ന അത്രയും ഉന്നതമായ ബോധങ്ങളെ ഉൾക്കൊള്ളാൻ പ്രാപ്തമല്ല. അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് ഇപ്പം നിലവിലുണ്ട്. പക്ഷെ അത് ആ ഒരു തുടക്കത്തിന്റെ മാത്രം കോൺഫ്ലിക്റ്റ് ആണ്. ഇതിപ്പം മായും. ഇനി നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകളിലേക്ക് ഇവരുടെ ഈ പഠനം തന്നെയാണ് ശരിക്കുള്ളൊരു ഹോപ്പ്, പ്രതീക്ഷ എന്ന് പറയുന്നത്. കാരണം ആ സമൂഹത്തെ മുഴുവനായിട്ടും സ്വാധീനിക്കുന്ന ഒന്നായിട്ട് ഇപ്പൊ തന്നെ മാറുന്നുണ്ട്. ഇപ്പൊ നോക്കാം, നമ്മൾ ഈ പുതിയ പാരന്റ്സ് ഒക്കെ വലിയൊരു മാറ്റം രക്ഷിതാക്കളിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ രക്ഷിതാക്കൾക്ക് വേറെ ഏതെങ്കിലും സ്കൂളിൽ നിന്ന് കിട്ടിയ പാഠമൊന്നുമല്ല, ഈ കുട്ടികളിൽ നിന്നുള്ള മാറ്റം രക്ഷിതാക്കളിൽ പ്രതിഫലിക്കുന്നുണ്ട്. അവരും കുറച്ചുകൂടി ചിൽ പാരന്റ്സ് ആയിട്ട് വരുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഈ കുട്ടികളാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളാണെന്ന് ഞാൻ പറയും. ഞാൻ ആൺകുട്ടികളെ മോശമാക്കി പറയില്ല, അവരെ കുറച്ചും കൂടി എക്സ്പ്രസ് ചെയ്തിട്ട് ഈ സാധനം വീട്ടിൽ അതിന്റെ ഒരു രസതന്ത്രം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ആ മാറ്റം വളരെ പെട്ടെന്ന് ദൃശ്യമാവും. അതിലേക്ക് ഇവരുടെ പഠിത്തം ഈ സമൂഹത്തെ അത്ര ഭയങ്കരമായിട്ട് മാറ്റുന്നുണ്ട് എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഇനിയുള്ള കാലത്ത് നമുക്ക് നിർബന്ധമാണ് ആ മാറ്റം വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ആയുധം ഈ വിദ്യാഭ്യാസമാണ്.
ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതവും അവളുടെ സാമൂഹികമായ ജീവിതവും കുടുംബപരമായ ജീവിതവും ഏതും ആയിക്കോട്ടെ, അതിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് കുറച്ചുകൂടി അപ്വേർഡ് ആവണം എന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവളുടെ കയ്യിൽ ഒന്നാമത്തെ ആയുധം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. പഠിക്കുക ഏറ്റവും മികച്ചൊരു അവൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും പരമാവധി പോയിന്റിൽ എത്തിച്ചേർന്നാൽ അവർ നേടിയെടുക്കുന്ന ഒരു അഡ്രസ്സാണത്. ആ അഡ്രസ്സിന് സ്വാഭാവികമായിട്ടും എക്സിസ്റ്റൻസ് ഉണ്ട്. അതിൽ ഇപ്പോഴും ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കാനുള്ള റീസൺ എന്നുള്ളത്, ഞാനൊക്കെ പഠിച്ചിരുന്ന ഒരു സമയത്ത് 2010-കളിൽ അന്ന് നമ്മളൊരു എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ പോകുമ്പോൾ ആൺകുട്ടിയാണെങ്കിൽ എഞ്ചിനീയർ ആവുക, പെൺകുട്ടിയാണെങ്കിൽ ഡോക്ടർ ആവുക എന്നുള്ളത് ഒരു സ്റ്റീരിയോ ടൈപ്പിങ്ങിനപ്പുറം അങ്ങനെ ഒരു ട്രെൻഡ്, സ്റ്റീരിയോ ടൈപ്പിംഗ് ആണോ ട്രെൻഡ് ആണോ എങ്ങനെ രണ്ട് നിലക്ക് നിൽക്കാൻ പറ്റും, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെയുള്ള സ്റ്റീരിയോ ടൈപ്സ് ഒരു കാണുന്നുണ്ടോ? അതായത് ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നിടത്ത് ഞാനിപ്പോഴും കുറച്ചൊക്കെ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അത് ചോദിക്കുന്നത്. ഞാനിത് ഈ ഒരു ഡിസ്കഷനിൽ പെർട്ടിക്കുലർലി പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഗേൾസിനുള്ള പല ഓപ്പർച്യൂണിറ്റീസും അവരറിയാതെ പോകുന്നുണ്ടോ, ഉപയോഗിക്കാതെ പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടായതുകൊണ്ടാണ്. അത് ആ ഒരു തോട്ടിന് കുറച്ചും കൂടി വിസിബിലിറ്റി കിട്ടാൻ കൂടിയിട്ടാണ് ഞാനിത് ഇവിടെ പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചെന്നാൽ എനിക്ക് ഉറപ്പാണ് ഭൂരിഭാഗവും നമ്മൾ ഗേൾസിനായിരിക്കും കാണാൻ സാധിക്കുക. അവർക്ക് പ്രോബ്ലി അവർക്ക് ഇഷ്ടമായിരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ അവിടെ എത്തിപ്പെടട്ടെ, വളരെ നല്ല കാര്യം. നേരെ മറിച്ച് ഇപ്പോൾ ഞാൻ IIT മദ്രാസിൽ പഠിച്ചു. IIT മദ്രാസിൽ അന്ന് പഠിക്കുന്ന സമയത്ത് 17 ഹോസ്റ്റലുകളിൽ 15 ബോയ്സ് ഹോസ്റ്റലും 2 ഗേൾസ് ഹോസ്റ്റലുണ്ട്. NIT കാലിക്കറ്റിലും ഇതേ കാര്യമാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റെം ഏരിയകളിൽ തന്നെ ഒരു മെഡിസിനിൽ കൂടുതൽ കോൺസെൻട്രേഷൻ പലപ്പോഴും പെൺകുട്ടികൾ കൊടുക്കുന്നു. ഫോർ മേ ബി പല റീസൺസ് ഉണ്ടാവും. അവർ സെറ്റ് ചെയ്യുന്ന മാതൃകകൾ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് വലിയൊരു ഡ്രീമായി കൊണ്ട് നടക്കുന്നുണ്ട്. നല്ല കാര്യമാണ്, അങ്ങനെ തന്നെ നമ്മൾ പോവും വേണം. പിന്നെ അപ്പുറത്തിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജിയിൽ ശരിക്കും ഒരു ലീഡേഴ്സായിട്ട് ഗേൾസ് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത് എനിക്കൊരു കൺസേൺ ആയിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. തീർച്ചയായും ആ സ്റ്റീരിയോ ടിപ്പിക്കൽ ആയിട്ടുള്ള സാധനം കുറെയൊക്കെ പൊളിയുന്നുണ്ട് നമ്മൾ പറഞ്ഞാൽ അതുണ്ട്. അതിന് ഒന്നാമത്തെ വിഷയം എന്താന്ന് വെച്ചാൽ, നമ്മളെ ഗൈഡ് ചെയ്യാനുള്ളത് ആരാണ്, ഗൈഡ് ചെയ്യുമ്പോൾ ഉള്ള പോയിന്റ്സ് എന്താണ്, ഇത്തരം സാധ്യതകളെ കുറിച്ചൊന്നും ഇവിടെ ആരും പറയുന്നില്ല. ആരാണ് ഇത്രയും നിങ്ങൾക്കുള്ള സാധ്യതകളെ കുറിച്ച് കൂടുതലായി പറഞ്ഞു തരുന്നത്? നമ്മളോട് പറയുന്ന പെൺകുട്ടിയാണോ, നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ ജോലികൾ ഇതൊക്കെയാണ് എന്ന് മാത്രം. നമ്മൾ കേട്ട സാധ്യതകളെ മാത്രമേ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളൂ. കേട്ട സാധ്യതകൾ ഇത് കേൾക്കാത്തത് കൊണ്ടാണ്. പക്ഷെ എന്നാലും ഇപ്പോൾ കൂടുതൽ പെൺകുട്ടികളോട് ചോദിച്ചാൽ എന്താണ് താല്പര്യം എന്ന് വെച്ചാൽ നല്ല ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ചൊക്കെ പറയും. അത് മുമ്പുണ്ടായിരുന്ന ഒരു സാഹചര്യം ഒന്നും അല്ല. ബിസിനസ് അതിലേക്ക് ഇപ്പൊ കൊമേഴ്സ് ഫീൽഡിലേക്കൊക്കെ വരുന്ന മുമ്പ് എന്ന് വെച്ചാൽ കൊമേഴ്സ് എടുക്കുക, BCom എടുക്കുക എന്നുള്ളതല്ല. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഈ ഒരു സാമ്പത്തിക മേഖലകളിലൊക്കെ ഇടപെടാൻ, എക്കണോമിക്സിൽ ഇടപെടാനൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്. അത് മുമ്പ് അത്ര ഇപ്പോൾ IIT-കളിലും NIT-കളിലും ആക്ച്വലി 20% സൂപ്പർ ന്യൂമറി റിസർവേഷൻ ഗേൾസിനുണ്ട്. അതെ, അറിയോ? ഇല്ല 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 ഇല്ല. അതെ അതെ. എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പൊ 100 സീറ്റ് കമ്പ്യൂട്ടർ സയൻസിന് BTech IIT മദ്രാസിലുണ്ടെന്നുണ്ടെങ്കിൽ ആ സീറ്റ് 120 സീറ്റാക്കും. ഈ 20 സീറ്റ് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ബാക്കി 100 സീറ്റ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ളതാണ്. ഓക്കെ. അതായത് ഒരു ആൺകുട്ടി വാങ്ങുന്ന മാർക്കിന്റെ ഒരു 10-20 മാർക്ക് കുറച്ച് ഒരു JEE പരീക്ഷയ്ക്ക് വാങ്ങിയാൽ മതി ഒരു പെൺകുട്ടിക്ക് ഒരു NIT-ലോ IIT-ലോ ഒക്കെ എത്തിപ്പെടാൻ വേണ്ടി. ആ റിസർവേഷൻ, സൂപ്പർ ന്യൂമറി റിസർവേഷൻ ടെക്നിക്കൽ മേഖലയിൽ പെൺകുട്ടികൾക്ക്. അത് കഴിഞ്ഞ് ഇപ്പൊ എന്റെ സിസ്റ്റർ NIT കാലിക്കറ്റിലെ പഠിക്കും 4th ഇയറിൽ. ആൾക്ക് ഇപ്പൊ വിസ എന്ന് പറഞ്ഞ കമ്പനിയിൽ അവൾക്ക് ജോലി കിട്ടി. ഓക്കെ, 4th ഇയർ ആള് പഠനം പൂർത്തിയാക്കിയില്ല, അതിന് മുമ്പ് തന്നെ കിട്ടി. അപ്പോൾ ഞാൻ അവളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, എടുത്ത മുഴുവൻ പെൺകുട്ടികളെ, അതായത് ഈവൻ ഞാൻ ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്, കോർപ്പറേറ്റിലൊക്കെ ഇത്തരത്തിലുള്ളൊരു ഇൻക്ലൂഷൻ പോളിസി ഭയങ്കരമായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. പുതിയതാണോ അത്? അത് കുറച്ച് കാലമായിട്ടുണ്ട്, പുതുതായി. അതായത് ഒരു ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യുക എന്നുള്ളിടത്ത് അവർ ഒരു കോൺസെൻട്രേഷൻ അവരെന്ത് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു പോളിസി ഒരു ബിഗ് MNCs എല്ലാവർക്കും ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ അറിയുന്നില്ല, ഉപയോഗപ്പെടുത്താതെ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. ഇപ്പോൾ ഇനി ഈവൻ നമ്മളിപ്പോ ജോബിന്റെ കംഫേർട്ട് മറ്റു കാര്യം, പണ്ടൊക്കെ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ സൈറ്റിൽ പോകണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒന്നും പോയാൽ പെൺകുട്ടികളെ ഉണ്ടാവില്ല. ഇന്ന് അങ്ങനത്തെ ഒരു കേസേ അല്ല. ഞാൻ എഞ്ചിനീയറിംഗ് പറയാൻ കാരണം എന്താ വെച്ചാൽ, കുറെ ആളുകൾ മെഡിസിന് വേണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ അപ്പുറത്ത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായതുകൊണ്ടാണ് അത് കൊണ്ടുവരുന്നത് കേട്ടോ. അതായത് വർക്ക് ഫ്രം ഹോം ആയിട്ട് ഇനിയിപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു മെറ്റേണിറ്റി ലീവ് വേണം,
വർക്ക് ഫ്രം ഹോം ആയിട്ട് സ്വാഭാവികമായിട്ടും വേണ്ടി വരും. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറച്ചുകൂടി ഇത്തരം സാഹചര്യങ്ങളിൽ പ്രോബ്ലി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഏത് സെക്ടറിലും ഇത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കുട്ടികൾ അറിയുന്നില്ല എന്നുള്ളതും ഒരു പ്രശ്നമായിട്ട്. എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ആൾക്കാർ മിണ്ടാതിരിക്കുന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ അറിയില്ല. ഞാൻ പറഞ്ഞ എത്ര ടീച്ചേഴ്സിന് ഇത് അറിയാം, എത്ര നമ്മുടെ ഒരു ലീഡേഴ്സിന് ഇത് അറിയാം. ഇവരൊക്കെ തന്നെയാണല്ലോ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്. ഞാനിപ്പോ നിങ്ങളോട് പറയാൻ കാരണം നിങ്ങൾ ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്ന ഒരാളാണ്. നിങ്ങളോട് പറയുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ വോയിസ് ആംപ്ലിഫൈ ചെയ്ത് കേൾക്കും. ഈ പറഞ്ഞ പോലെ തന്നെ ഇതത്ര ഒരു പോപ്പുലർ ആയിട്ട് കേൾക്കുന്ന സാധനമേ അല്ല, നമ്മൾ അറിയുന്ന സാധനമല്ല. അല്ലെങ്കിൽ ഇപ്പം ഈ ടെക്നിക്കൽ ഫീൽഡ് അങ്ങനെ അല്ലാതെ തന്നെ ഇപ്പം നമ്മൾ ഒരു പെൺകുട്ടി പൈലറ്റ് ആയത് നമ്മൾ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ. അത് അങ്ങനെ എത്തിച്ചേർന്നാൽ നമുക്ക് ഇതെല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കും. അതിനുള്ള വഴിയുണ്ട്, അല്ലെങ്കിൽ ഇത് നമുക്കും കൂടി പറ്റിയ വഴിയാണ് എന്ന് പറഞ്ഞു തരാൻ മുമ്പേ അത്തരത്തിലുള്ള ആൾക്കാരില്ലാത്തത് കൂടി നമുക്ക് വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നു. അതെ അതെ തീർച്ചയായിട്ടും. പിന്നെ ഇവിടെ എനിക്ക് അതിന്റെ കൂടെ എനിക്ക് ആഡ് ചെയ്ത് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇതിലിപ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഇൻ ജനറൽ പെൺകുട്ടികൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അത് മറികടക്കാൻ അവർക്ക് എന്തൊരു അഡ്വൈസ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത്? അല്ലെങ്കിൽ ലൈക്ക് ഹൗ ഷുഡ് ദേ ഓവർകം ദീസ് ചാലഞ്ചസ്? സ്റ്റേ, നിൽക്കുക എന്ന് വെച്ചാൽ ഇത് നമ്മളെ കയ്യിലുള്ള, ഞാൻ പറഞ്ഞ പോലെ ഒരു വെപ്പണാണ്. നമുക്ക് അതിജീവിക്കാനുള്ള ഏറ്റവും വലിയൊരു ആയുധമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ചിന്തയുള്ള നല്ല അഡ്രസ്സുള്ള ഒരു പെൺകുട്ടിക്ക് അതിജീവിക്കാൻ പറ്റും. ആത്യന്തികമായി നമ്മൾ ജീവിതം ഇങ്ങനെ ഒഴുകുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം നമ്മൾ സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും അതിജീവിക്കാൻ പറ്റുക എന്നുള്ളതാണല്ലോ. കുറേ ഒപ്രഷനാണ് ഈ ഒരു സമൂഹത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒപ്രഷനാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. അതിൽ പക്ഷെ നമുക്ക് ഈ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളിൽ ഒരു തീർച്ചകൾ വേണം നമ്മളെക്കുറിച്ച്. ആ തീർച്ചകൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഒരു പരിധി വരെ നിൽക്കുന്നത്. പെൺകുട്ടികൾ 10ാം ക്ലാസ്സിലോ +2ലോ പഠിത്തം നിർത്താതെ മുന്നോട്ട് പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം എന്ന് മാത്രമല്ല, എക്സ്പോഷർ ഉണ്ടാവണം എന്ന് കൂടിയാണ്. അല്ലാതെ നമുക്ക് എക്സ്പോഷർ കിട്ടാനുള്ള സാഹചര്യം വളരെ കുറവാണ്. എക്സ്പോഷർ ഉള്ള ക്വാളിഫിക്കേഷനുള്ള പെൺകുട്ടികൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫീൽഡ് അവരെ തിരിച്ചറിയാൻ പറ്റിക്കഴിഞ്ഞാൽ ഏതെങ്കിലും നമ്മളിപ്പം PGക്ക് പഠിക്കുക, B.Ed ചെയ്യുക, അങ്ങനെ ഒരു ആചാരം പോലെ ഇത് ചെയ്തു പോയതുകൊണ്ട് അത് കാര്യമൊന്നും ഉണ്ടാവില്ല. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലും ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കുള്ളൂ. ആചാരം പോലെയാണ് നിങ്ങൾ പഠിച്ചു പോയതെങ്കിൽ. പക്ഷെ നമ്മുടെ വഴി തീർച്ചപ്പെടുത്തി പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഏത് തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് സ്കില്ല് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണല്ലോ. സ്കില്ല് ഉണ്ടാവുകയും അതിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടാവുകയും ചെയ്താൽ വലിയ സാധ്യതകൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ആ സാധ്യതകൾ നമുക്ക് പല വിധത്തിൽ ഉപയോഗിക്കാനും പറ്റും. പറഞ്ഞ പോലെ പുറത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളാണ് ഈ ജോലിശാലകൾ എന്ന് പറയുന്നത്. അവിടെ വന്ന് ജോലി എടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പം ആണിനോ പെണ്ണിനോ ഇല്ല. എല്ലാം അവനവന്റെ സൗകര്യത്തിന് ചെയ്യാൻ പറ്റുന്ന ആഡ് ചെയ്യാൻ തോന്നുന്നൊരു കാര്യം, നമ്മൾ നന്നായി സ്കിൽഡ് ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് നല്ല നോളജ് ബേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്കുള്ള ഏത് കൺസ്ട്രെയിൻസിനെയും, ഇപ്പൊ നമ്മളൊരു ജോബിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ 4 വർഷമായിട്ട് റിമോട്ടായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓഫീസിലൊരു 4 ദിവസം ഞാൻ 4 വർഷത്തിൽ പോയിട്ടുള്ളൂ. അപ്പോൾ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്രോബ്ലി ഞാൻ സ്കിൽഡാന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ട് അത് മതി, എനിക്ക് ഐ ക്യാൻ ഡു ഫ്രം ഹിയർ എന്നുള്ള ഒരു ട്രസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു കാര്യം എന്ത് ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത്. നമ്മൾ സ്കിൽഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്കില്ല് കിട്ടാൻ വേണ്ടി എത്രയും നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാൻ ആളുകൾ തയ്യാറാവും എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി ഏത് അറ്റം വരെ പോകാൻ ആളുകൾ തയ്യാറാവും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ലെവലിലുള്ള ഒരു സ്കില്ലും കമ്മിറ്റ്മെന്റും ആറ്റിറ്റ്യൂഡും ഒക്കെ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത്. ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്നതിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മുന്നോട്ടുള്ള യാത്ര അല്ലെങ്കിൽ മുന്നോട്ടുള്ള വിദ്യാഭ്യാസം ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും ഇപ്പം നമ്മൾ പറയും ഇതിനേക്കാൾ നല്ലൊരു സാധനം എൻ്റെ കയ്യിലുണ്ട്, ഞാനിവിടെ നിർത്താം, എനിക്കത് ജീവിക്കാം, വെറുതെ തോന്നും. നമ്മൾ കുറച്ചും കൂടി നല്ല എക്സ്പോഷർ നമ്മളെ സ്കില്ല് പോളിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയും അതിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവുകയും ചെയ്താൽ, സ്കില്ല് മാത്രം ഉണ്ടായതുകൊണ്ട് ഇപ്പം അങ്ങനെ എല്ലാവർക്കും അഭിപ്രായം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ സ്കില്ല് മാത്രം ഉണ്ടായതുകൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ എല്ലായിടത്തും എത്താം എന്നൊരു തോന്നൽ എനിക്കില്ല പേഴ്സണലി. പക്ഷെ ക്വാളിഫിക്കേഷനും കൂടി ഉണ്ടെങ്കിൽ എക്സ്പോഷർ നമ്മള് ഒരാള് ബിടെക് പഠിച്ചത് ഒരു IIT എന്നാണെന്ന് പറയുന്നതും ഒരാൾ വേറൊരു കോളേജിൽ നിന്നാണ് പറയുന്നത് തമ്മിൽ ഭയങ്കര ഡിഫറൻറ്റ് ഉണ്ട്. ആളുകൾ നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നതിൽ തന്നെ എന്തുണ്ടാവും, ഡിഫറൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതുണ്ടെങ്കിൽ നമുക്ക് ജീവിതം ഭയങ്കര എളുപ്പമായിരിക്കും.
എല്ലാ കാര്യത്തിലും അത് പേഴ്സണൽ ലൈഫിൽ പോലും ജീവിതം ഭയങ്കര എളുപ്പമായിരിക്കും. അത് നമുക്ക് നല്ല ജോലി കിട്ടും, ഏറ്റവും നല്ല സാലറി കിട്ടും എന്നൊന്നുമല്ല. ചിലപ്പോൾ ആ സാലറി പോലും ആവില്ല നിങ്ങളുടെ സന്തോഷത്തെ നിർണ്ണയിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ട്രൂത്ത്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റും, സത്യസന്ധമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റും. അതിന് നമ്മൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മൾ എക്സ്പോഷർ നന്നായി ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം എക്സിസ്റ്റൻസിനുള്ള സർവൈവലിനുള്ള ഏറ്റവും വലിയ ഹാപ്പി സർവൈവലിനുള്ള ഏറ്റവും വലിയ ടൂളാണ് വിദ്യാഭ്യാസം. അത് നിർബന്ധമായിട്ട് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സ്കില്ലുള്ള ഏരിയയിൽ നമ്മൾ പോയേ പറ്റും. അത് പോവാൻ നമ്മുടെ സമൂഹം ഇപ്പൊ പാകമാണ്. ഏത് തരത്തിലുള്ളതാണെങ്കിലും അത് സമൂഹം പാകമാണ്. അത് നമ്മൾ ചൂഷണം ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഈ കോൺവെർസേഷൻ ഇവിടെ എൻ്റെ ചെയ്യണ തൽക്കാലം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച്, ഗേൾസിൻ്റെ എഡ്യൂക്കേഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് താങ്ക്സ് ഫോർ കമ്മിങ് ആൻഡ് ഷെയറിങ് യുവർ തോട്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഒരുപാട് വേദികളിൽ, ഒരുപാട് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പ്ലേസുകളിൽ അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ ഇനിയും കാണാൻ സാധിക്കട്ടെ എന്നുള്ളത് ആശംസിക്കുകയാണ്. അതോടൊപ്പം എല്ലാവരോടും ഒരു ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക്സ്. താങ്ക് യു.